പ്രിയ ജോണി സഹോദരൻ പ്രാർത്ഥിച്ച് നിർത്തിയപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. വചനം കർത്താവിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പര്യായമാണ് എന്ന് നമുക്കറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയതായിട്ടുള്ള വചനത്തോട് 100% നമ്മൾ വിധേയപ്പെട്ട് അല്ലെങ്കിൽ കൂറുള്ളവരായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ലോകത്തിൽ ക്രിസ്തീയ സഭകൾ ധാരാളമുണ്ട്. മിക്കവാറും എല്ലാ ക്രിസ്തീയ സഭകളും ആധാരമായിട്ടെടുക്കുന്നത് നമ്മളെല്ലാവരും കൈവശം വെച്ചിരിക്കുന്ന ഈ ബൈബിൾ തന്നെയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തർജ്ജമ ഉണ്ടാക്കിയിട്ടുള്ളത് യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഭാഗം മാത്രമാണ്. അവർക്ക് പുതുലോക ഭാഷാന്തരം, ദ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, അങ്ങനെ പുതുലോക ഭാഷാന്തരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തർജ്ജമ അവരുടെ ഉപയോഗത്തിനായിട്ട് ഉണ്ടാക്കി അവരുപയോഗിക്കുന്നത് അതാണ്. ബാക്കിയുള്ള ലോകത്തിലെ എല്ലാ സഭകളും ആധാരമാക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരും കൈവശം വെച്ചിരിക്കുന്നതായിട്ടുള്ള ബൈബിൾ തന്നെയാണ്. എന്നാൽ തർജ്ജമകൾ ധാരാളമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ തർജ്ജമകൾ തമ്മിൽ ചില വാക്കുകളുടെ പ്രയോഗത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ കാതലായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും അങ്ങനെ ബൈബിളിൽ നമുക്ക് കാണുന്നില്ല. അങ്ങനെ ഒരു ബൈബിൾ വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയേറെ സഭകൾ ലോകത്തുണ്ടായത് എന്നുള്ളത് നാം ചിന്തിച്ചാൽ അത് ബൈബിളിലെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള കാര്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബൈബിൾ വ്യാഖ്യാനം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ബൈബിൾ വ്യാഖ്യാനം മാത്രമല്ല, നാം നമ്മുടെ നാവിൽ ദൈവവചനം എടുക്കുമ്പോൾ നമ്മൾ അതീവ ശ്രദ്ധയും കരുതലും ഉള്ള ആളുകളായിരിക്കണം. കാരണം ദൈവാത്മാവ് വെളിപ്പെടുത്തി നമ്മുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടലോ കുറയ്ക്കലോ വന്നാൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തോടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഭയത്തോടെ മാത്രമേ ദൈവവചനത്തോട് സമീപിക്കാനും അതുപോലെ തന്നെ ദൈവവചനം നാം എടുത്ത് കൈകാര്യം ചെയ്യുവാനായിട്ടും പാടുള്ളൂ. ദൈവവചനം പഠിപ്പിക്കാൻ ദൈവം എല്ലാവരെയും ആക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ദൈവവചനം അഭ്യസിച്ച് എല്ലാവരും കാലാന്തരത്തിൽ ഉപദേഷ്ടാക്കന്മാരാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അതൊരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ആത്മീയമായിട്ടുള്ള സമർപ്പണവും പഠനത്തോടുള്ള താല്പര്യവും അങ്ങനെ നാനാവിധ കാരണങ്ങളാൽ അങ്ങനെ എല്ലാവരും ഒന്നും ഉപദേഷ്ടാക്കന്മാരാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകണമെന്ന് തന്നെയാണ്. കാരണം എല്ലാവരും, നമ്മെ സംബന്ധിക്കുന്ന ദൈവേഷ്ടം നാം എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ നാം എല്ലാവരും ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പാതയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവവചനം കൂടുതൽ ഗ്രഹിക്കുവാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഒരിക്കലും ഒരു സഭയിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ദൈവവചനത്തിൽ കാണുന്നതായിട്ടുള്ള സഭകളിലൊക്കെ പോരായ്മകളും അല്ലെങ്കിൽ ജഡികന്മാരും അതുപോലെ തന്നെ ആത്മീയ വളർച്ചയില്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അവിതർക്കിതമാണ്. അതിനൊരു തർക്കവുമില്ല എന്നുള്ളത് ശരിയാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഒരേ ടീച്ചർ ഒരേ പുസ്തകം പഠിപ്പിച്ചാലും ആ ക്ലാസ്സിലെ കുട്ടികൾ മാർക്ക് സ്കോർ ചെയ്യുന്നത് വിവിധ തലങ്ങളിലാണ്. ചിലർ 100% മേടിക്കും, ചിലർ തോറ്റുപോകും. ഇപ്പോൾ പിന്നെ തോറ്റുപോകാതെ എന്തെങ്കിലുമൊക്കെ മാർക്കിട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നതായിട്ടുള്ളൊരു പരിപാടി നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. എന്നാൽ ഒരേ കാര്യം പഠിപ്പിച്ചാൽ പോലും അതെല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലായിക്കൊള്ളണമെന്ന് ഇല്ല. ഇത് ക്രിസ്തീയ വചന പഠനത്തിലും ഇത് ബാധകമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ സഭകൾ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ഒരു അന്ധകാര യുഗം, അതായത് ദൈവവചനത്തെ പൊതുവിൽ
ആരും പരിഗണിക്കാതെ സഭ തന്നെ, അതായത് ക്രിസ്തീയ സഭ എന്ന് പേര് വിളിക്കുന്നതായിട്ടുള്ള സഭ തന്നെ ലോകത്തെ നിയന്ത്രിച്ചിരുന്നതായിട്ടുള്ളൊരു കാലഘട്ടമുണ്ടായിരുന്നു. അന്നും അവിടെയും ഇവിടെയും ആരാലും അറിയപ്പെടാത്ത കൊച്ചു കൊച്ചു സഭകൾ അന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അഡ്രസ്സും ഉണ്ടായിരുന്നില്ല, ലേബലും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് ചരിത്രത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ റോമൻ കത്തോലിക്ക സഭയായിരുന്നു ഒരു കാലത്ത് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്. അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. ആ ഒരു കാലഘട്ടത്തിലാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി സഭയിലെ ദൈവവചന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതി, അതിനെക്കുറിച്ചൊരു 95 കാര്യങ്ങൾ എഴുതി എനിക്ക് തോന്നുന്നു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കഥയിൽ ഒട്ടിച്ചു. അതിൽ കടന്നുപോയവരൊക്കെയും അത് വായിച്ചു. അതിനുശേഷം ഒത്തിരി ആളുകൾ മാറി. അങ്ങനെയാണ് ലൂതറൻ എന്ന് പറയുന്നൊരു സഭാവിഭാഗമുണ്ടായത്. ലൂതർ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചില്ല. വിശ്വാസത്താലുള്ള നീതീകരണം, രക്ഷ, ഈ ഒരൊറ്റ കാര്യമാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നും വിഭിന്നമായി അന്ന് ലൂതർ പഠിപ്പിച്ചത്. പിന്നെ അദ്ദേഹം പഠിപ്പിച്ചതെല്ലാം സഭയുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് പാപമോചന ചീട്ട്, അതായത് പൈസ കൊടുത്ത് പാപമോചനം നേടുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം ലൂതറിന് ശേഷം വീണ്ടും കൂടുതൽ ദൈവവചനത്തിൽ നിന്ന് വെളിച്ചം ലഭിച്ചുകൊണ്ട് ആളുകൾ വന്നു. അതിലൊരാളായിരുന്നു കാൽവിൻ. ഈ കാൽവിനും ബൈബിളിലെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയില്ല. കുറച്ചുകൂടി സത്യങ്ങൾ കാൽവിൻ മനസ്സിലാക്കി. അപ്പോൾ കാൽവിൻ ഈ ലൂതറിനെ വിശ്വസിച്ച ലൂതറൻകാരെന്ത് പറഞ്ഞു? ഞങ്ങളെ ലൂതർ പഠിപ്പിച്ചിട്ടില്ല ഈ കാര്യങ്ങളൊന്നും, അതുകൊണ്ട് ഞങ്ങൾ ലൂതറിൻ്റെ കീഴിലേ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് ആളുകൾ കാൽവിൻ്റെ പിന്നാലെ പോയി. അവിടെ കാൽവിനിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം രൂപപ്പെട്ടു. ദൈവവചന അന്ധകാര യുഗത്തിൽ പറ്റെ മറയ്ക്കപ്പെട്ടിരുന്ന ദൈവവചനത്തിൻ്റെ വെളിച്ചം കുറേശ്ശെയായി വന്നപ്പോൾ ആ വന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാൻ തയ്യാറാവാതെ അവരവരുടെ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയ സത്യങ്ങൾക്ക് വേണ്ടി നിന്ന ആളുകൾ അതിൽ ഉറച്ചു നിന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സഭാ വിഭാഗങ്ങൾ ഉണ്ടാകേണ്ടതായിട്ട് വന്നു. പിന്നെ അതിനകത്ത് സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി സഭ ഉണ്ടാക്കിയതായിട്ടുള്ള ആളുകളുമുണ്ട്. നമുക്കറിയാം ഹെൻറി എട്ടാമൻ എന്ന് പറയുന്നതായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ ചക്രവർത്തി, ഒരു പക്ഷേ ചരിത്ര പുസ്തകത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹെൻറി എട്ടാമൻ, അദ്ദേഹത്തിന് ഒരു പുനർവിവാഹം മാർപ്പാപ്പ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു സഭയുണ്ടാക്കി. അങ്ങനെ ബ്രിട്ടനിൽ ആ സഭയ്ക്കായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആത്യന്തികമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ട് വന്നാൽ അത് ഞങ്ങളെ പഠിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതാണ് ക്രിസ്തീയ സഭയ്ക്ക് ലോകത്ത് നടന്നതായിട്ടുള്ള എല്ലാ വലിയ പരാജയങ്ങൾക്കും കാരണം. അങ്ങനെയാണ് ഈ സഭകളൊക്കെയും ഉളവാകുന്നത്. നമുക്കറിയാം, നമ്മളെ പുതിയ നിയമം, ക്രിസ്തീയ സഭയുടെ ആധാരം എന്ന് പറയുന്നത് പുതിയ നിയമ തിരുവെഴുത്തുകളാണ്. ഈ പുതിയ നിയമ തിരുവെഴുത്തുകൾ അത് അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമ തിരുവെഴുത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിന് എന്തെങ്കിലും പ്രാധാന്യക്കുറവുണ്ട് എന്നുള്ളതല്ല. 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിച്ചത് ഈ പഴയ നിയമ പുസ്തകം വെച്ചിട്ടാണ്. നമുക്കറിയാം, ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചത് ഏത് പുസ്തകം വെച്ചിട്ടാ? യെശയ്യാവിൻ്റെ പുസ്തകം വെച്ചിട്ടാണ്, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകം ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നു. അതൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ഫിലിപ്പോസ് ഷണ്ണനോട് ചേർന്ന് നടന്ന് പിന്നെ അതിനുശേഷം തേരിൽ കയറിയിരുന്ന് ഈ യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഴയ നിയമകാലത്ത് വാഗ്ദത്തം ചെയ്തിരുന്നതായിട്ടുള്ള മെശിഹ യേശുക്രിസ്തു ആണെന്ന് തെളിയിച്ചു കൊടുക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമ തിരുവെഴുത്തുകൾ നമ്മൾ വായിച്ചാൽ ഇതിനകത്ത് നമ്മൾ നിഷ്കളങ്കതയോടെ മുൻവിധികളൊന്നുമില്ലാതെ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെയും ഒരല്പം വെളിപ്പാട് പുസ്തകം വായിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്,
എസെക്കിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലും ആലങ്കാരികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് അത് ഒരല്പം ബുദ്ധിമുട്ടാണ്. ഒരു സാധാരണ ആൾക്ക് അത് വായിച്ചു പോയാൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. എന്നാൽ നാം അത് അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് തള്ളിക്കളയേണ്ടതായുള്ളൊരു പുസ്തകമല്ല വെളിപ്പാട് പുസ്തകം. കാരണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാ? എൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമാണിക്കുവാനായിട്ട് ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ അവൻ എന്നോട് അതരുത്, ഞാൻ നിൻ്റെയും അത് ദൂതനെ വീണ് നമസ്കരിക്കാൻ ചെന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ അവൻ്റെ മേൽ വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവന് ഉള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോൾ അതിനകത്ത് നമുക്ക് ധാരാളം ദൈവവചന സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. കൂട്ടുവാനോ കുറയ്ക്കുവാനോ പാടുള്ളതല്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകവും നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ ഓരോ പുസ്തകങ്ങളങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ എവിടുന്നെങ്കിലും ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഞായറാഴ്ച നമ്മൾ പഠിപ്പിക്കുമ്പോൾ പൊതുവിൽ സഭയിൽ എല്ലാവർക്കും പ്രയോജനകരമാകുന്ന നിലയിലുള്ള വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. എന്നാൽ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്രമമായി ഒരു വേഴ്സ് ബൈ വേഴ്സ്, വാക്യപ്രതി വാക്യമായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഞാനിതിനു മുമ്പും സൂചിപ്പിച്ചതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് ബൈബിളിൽ ഒരാശയവും ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഞാൻ ഒന്ന് പറയുകയും അതിനോട് ഖണ്ഡിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള മറ്റൊരാശയം ബൈബിളിലുണ്ട് എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പഠിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള പല സഹോദരന്മാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനോട് വിരുദ്ധമായി ഉള്ള ആശയമോ വാക്യങ്ങളോ ഒന്നും ബൈബിളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അങ്ങനെ നാം ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ദൈവവചനത്തിൻ്റെ വളരെ സൂക്ഷ്മമായ പഠനം നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിൻ്റെ സൂക്ഷ്മമായ പഠനത്തെക്കുറിച്ച് പൊതുവെ വിശ്വാസികൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ അത് കൂടെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും പൊതുവിൽ വിശ്വാസികൾക്ക്, ഞാൻ ഇവിടെയുള്ളവരെ കുറിച്ചല്ല പറയുന്നത്, എല്ലാ സഭകളിലുമുള്ള എല്ലാ ആളുകൾക്കും ഞായറാഴ്ച രാവിലെ പോയി അവിടെ ഒരു സഭായോഗത്തിൽ പങ്കെടുത്ത് അതിലെ ചടങ്ങുകളിലൊക്കെ ഒന്ന് പങ്കെടുത്ത് തിരിച്ചു പോരുന്നതിൽ തൃപ്തി അടയുന്നതായിട്ടുള്ള ആളുകളാണ്. പ്രിയമുള്ളവരെ, അത് ഒരിക്കലും അതിൽ തൃപ്തി അടയുന്ന ആളുകളായിട്ട് നാം ഇരിക്കുവാനായിട്ട് പാടില്ല. അതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവേഷ്ടം. നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. അപ്പോൾ ഇവിടെ അപ്പസ്തോലൻ പറയുന്നത്, നിങ്ങൾക്ക് പാല് തരാനേ ഇപ്പോഴും പറ്റുന്നുള്ളൂ, കട്ടിയായുള്ള ആഹാരം തരാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് തെളിയിച്ചു തരുവാനായിട്ട് വിഷമമുണ്ട്, കാരണം നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അപ്പം ദൈവവചനം കേൾപ്പാൻ മാന്ദ്യമില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ കേൾപ്പാൻ മാന്ദ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാൾ മാന്ദ്യതയുള്ളവനായിട്ട് തീരുന്നത്? മദ്യപിച്ചാൽ ഒരാൾ മാന്ദ്യമുള്ളവനായിട്ട് തീരും, അല്ലേ?
കഴിഞ്ഞ ദിവസം ഞാൻ ശക്തമായിട്ടുള്ള പനിയൊക്കെ ആയിരുന്നു. അപ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ വായ്ക്ക് രുചിയൊന്നുമില്ല. അപ്പം ഭക്ഷണം കഴിക്കലെങ്ങനെ നീട്ടിപ്പോയി. അവിടെ പുറത്തവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു തല കറക്കുന്നത് പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കിടത്തി വെള്ളമൊക്കെ ഒഴിച്ച് ബോധം വന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ശക്തി പ്രാപിച്ചു. അതായത് നമ്മൾ ആത്മീയമായിട്ട് ബലഹീനരായി തീരുകയോ ശക്തിയില്ലാതായി തീരുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഈ ആത്മീക മാന്യത എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് വരുന്ന മാന്ദ്യം പോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആത്മീക അവസ്ഥയ്ക്കും ഒരു മാന്ദ്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാന്ദ്യാവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവവചനം തെളിയിച്ചു തരുവാനായിട്ട് അല്ലെങ്കിൽ അത് തെളിയിച്ചു തരാനായിട്ട് അത് പഠിപ്പിക്കുന്നവർക്ക് കഴിയുകയില്ല എന്ന് മാത്രവുമല്ല, അത് തെളിവായി മനസ്സിലാക്കാൻ അത് കേൾക്കുന്ന ആളുകൾക്കും കഴിയുകയില്ല. അപ്പോൾ ആ മാന്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവചനം പഠിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ കട്ടിയായ ആഹാരമുണ്ട്, പാലുണ്ട്, ഇത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ പാല് എന്ന് പറയുന്നത് എന്താണെന്ന് തുറന്ന് പറയുമ്പോൾ അടുത്ത അധ്യായത്തിലാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യ വചനം എന്ന് അതല്ലെങ്കിൽ പാൽ എന്ന് പറയുന്നതായിട്ടുള്ള ഉപദേശങ്ങളെക്കുറിച്ചാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? മാനസാന്തരം, വിശ്വാസം, സ്നാനം, കൈവെപ്പ്, പുനരുത്ഥാനം, ശിക്ഷാവധി. ഇതൊക്കെ പാല് എന്ന് പറയുന്നതായ അതല്ല എങ്കിൽ ആദ്യ വചനം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ആദ്യം കുടിക്കേണ്ടത് ആവശ്യമാണ്. പാല് കുടിക്കണം. നമുക്ക് ആർക്കും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കട്ടിയാഹാരം കൊടുക്കാറില്ല, ശരിയല്ലേ? ആരെങ്കിലും കുഞ്ഞുണ്ടായ ഉടനെ തന്നെ പെട്ടെന്ന് വളരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇറച്ചിയോ മീനോ കൊടുക്കുമോ? ഇല്ല. കുഞ്ഞിന് പാല് മാത്രമാണ് ആദ്യ കാലങ്ങളിൽ കൊടുക്കുന്നത്. എന്നാൽ കുഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയി കഴിഞ്ഞേച്ച് എന്നാൽ ഇനി പാല് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ആ കൊച്ചു വളരുമോ? വളരില്ല, അല്ലേ? പിന്നെ നമ്മൾ കട്ടിയായ ആഹാരം കൊടുക്കേണ്ട സമയമാകുമ്പോൾ കട്ടിയായ ആഹാരം കൊടുക്കും. എന്നാൽ കട്ടിയായ ആഹാരം കഴിക്കാൻ കുഞ്ഞിന് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആ കുഞ്ഞൊരു മാന്ദ്യമുള്ള കുഞ്ഞാണ് അല്ലെങ്കിൽ രോഗിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5:13 പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്തെ അവൻ ശിശുവല്ലോ. അപ്പോൾ ഇന്നത്തെ ലോകത്തിലെ ക്രിസ്തീയ സഭകളിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ നിത്യശിക്ഷാവധിയെക്കുറിച്ച് പോലും ആളുകൾക്ക് ഉറപ്പില്ല. നിത്യശിക്ഷാവധി ഇല്ല എന്ന് പഠിപ്പിക്കുന്നതായുള്ള ആളുകളുണ്ട്. രക്ഷ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും ശരിയായി പഠിപ്പിക്കുന്നില്ല. സ്നാനം എന്ന് പറഞ്ഞാൽ ആ സ്നാനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല മിക്കവാറും 90% സഭകളും പഠിപ്പിക്കുന്നത്. കൈവെപ്പ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യാസമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് തന്നെയും വ്യത്യസ്തങ്ങളായി പഠിപ്പിക്കുന്നതായിട്ടുള്ള സഭകളുണ്ട്. കർത്താവിൻ്റെ കാലത്ത് തന്നെയും പുനരുത്ഥാനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സദൂക്യർ എന്ന് പറയുന്നതായിട്ടുള്ള യഹൂദന്മാരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ പാൽ കുടിക്കുന്നവരെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അപ്പോൾ നീതിയുടെ വചനം എന്ന് പറയുന്നതായിട്ടുള്ളൊരു വചനമുണ്ട്. അത് ഈ അടിസ്ഥാന ഉപദേശ വിഷയങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. ഈ നീതിയുടെ വചനം ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. അത് പഠിക്കണമെങ്കിൽ ഒരു മുൻകരുതലുണ്ട്. നമുക്കറിയാം, IAS-നൊക്കെ ആളുകളെ, അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വളരെ നല്ല പരീക്ഷ കൊടുക്കും, അല്ലേ? വളരെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള 2 പരീക്ഷകൾ എന്ന് പറയുന്നത്, ഒന്ന് സിവിൽ സർവീസിലേക്കുള്ള പരീക്ഷയും മറ്റൊന്ന് CA പരീക്ഷയും, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പരീക്ഷയും. ഇത് രണ്ടുമാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ അവർക്ക് ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ മേഖലയിലും ഈ നീതിയുടെ വചനത്തിൽ അഭ്യാസം വരണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവാനുണ്ട്. എന്താണ് ആ പരീക്ഷ? കട്ടിയായുള്ള ആഹാരം, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പം നീതിയുടെ വചനം ഒന്ന് പഠിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ അത് എല്ലാവരെ കൊണ്ടും കഴിയുകയില്ല.
ഈ ശിശുക്കൾക്ക് വേണ്ടുന്നതായിട്ടുള്ള പാല് പോലും കുടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആളുകളാണ് ഇന്ന് ലോകത്ത് ക്രിസ്തീയ സഭകളിൽ ബഹുഭൂരിപക്ഷവും. അപ്പോൾ നീതിയുടെ വചനം എന്ന് പറയുന്നത് അതിനും അപ്പുറത്ത് കിടക്കുകയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. അതായത് ഈ ശൈശവത്തിൽ കുടിക്കേണ്ടതായിട്ടുള്ള ആത്മീക ആഹാരം, അടിസ്ഥാന ഉപദേശങ്ങൾ കൃത്യമായി പഠിച്ച് പിന്നെ ഈ ശരിതെറ്റുകളെക്കുറിച്ച് ദൈവാത്മാവാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ബോധ്യം നൽകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ശരിയും തെറ്റും തമ്മിൽ വിവേചിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് ഒരു മനുഷ്യൻ ആ ദൈവഹിതം തിരിച്ചറിയുന്ന ആ ഒരു വഴിയിൽ മുന്നേറുന്ന ഒരാൾക്ക് മാത്രമേ ഈ നീതിയുടെ വചനം മനസ്സിലാവുകയുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ദൈവവചനം എനിക്കൊന്ന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ബൈബിൾ എടുത്ത് പഠിക്കാൻ നോക്കിയാൽ അത് നടക്കുന്നതായിട്ടുള്ളൊരു കാര്യമല്ല, അത് സാധിക്കില്ല. അങ്ങനെ പഠിക്കുന്നവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലുമൊക്കെ ദുരുപദേശക്കൂട്ടത്തിൽ ചെന്ന് പെടും, അല്ലെങ്കിൽ പുതിയ ഉപദേശങ്ങളുമായിട്ട് അവർ വരും. ഈ ഒരു തലത്തിലൂടെ കടന്നു പോകാതെ ഈ നീതിയുടെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഒരാൾക്ക് കഴിയുന്നതല്ല. കാരണം ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയജയമോ അതിനുള്ള പക്വതയോ അതിനുള്ള ആത്മീയ കാഴ്ചപ്പാടുകളോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നീതിയുടെ വചനത്തിലെ ഉപദേഷ്ടാവാകാനോ അത് പഠിക്കുവാൻ പോലും, ആദ്യം പഠിക്കണമല്ലോ, അതിനുശേഷമല്ലേ ഉപദേഷ്ടാവാകുന്നത്, അത് പഠിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ദൈവവചനത്തിൻ്റെ സത്യമായിട്ടുള്ള പഠനത്തിൻ്റെ പ്രാധാന്യവും എന്തുകൊണ്ട് ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾക്കും അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഇല്ല എന്നുള്ളതിൻ്റെ കാര്യവുമൊക്കെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു രൂപരേഖ തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ബൈബിൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് അവർക്ക് തോന്നിയത് പറഞ്ഞേച്ച് പോവുക എന്ന് പറയുന്നതാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള 98% കാര്യങ്ങളും. അത് അനേക വിശ്വാസികളെ ആത്മീയമായിട്ടുള്ള മന്ദതയിലേക്കും തിരിച്ചറിവില്ലായ്മയിലേക്കും നയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തെ വിട്ട് നമുക്കൊരു ആത്മീയതയില്ല, ആത്മീയ വളർച്ചയില്ല. ഉത്സാഹത്തോടെ നാം എല്ലാവരും ദൈവവചനമാകുന്ന പാലും നീതിയുടെ വചനവും നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ശരി, സഭ എന്നുള്ള വിഷയം നമ്മളൊരു സഭയായിട്ടാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. സഭ എന്ന വിഷയത്തെ സംബന്ധിച്ച് ധാരാളം പ്രാവശ്യം ഇവിടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സഭ? വീണ്ടും ജന്മം പ്രാപിച്ച് ഒരു കൂട്ടമായി ഒരിടത്ത് കൂടി വരുന്നതായിട്ടുള്ള കൂട്ടത്തിനെയാണ് സഭ എന്ന് പറയുന്നത്. വീണ്ടും ജന്മം പ്രാപിച്ച അംഗങ്ങൾ മാത്രമാണ് അതിനകത്ത് ഈ സഭയിൽ അംഗങ്ങൾ എന്ന് പറയുവാനായിട്ട് കഴിയുന്നത്. രക്ഷിക്കപ്പെട്ടവരെ ദൈവം സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം സഭയോട് ചേർക്കുന്നത്. സഭ 2 തരത്തിലുണ്ട്. ഒന്ന്, ഒരു ആഗോള സഭ എന്ന് വെച്ചാൽ സാർവത്രിക സഭ എന്നും പറയും. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ സഭകളെ പണിയും എന്നാണോ പറഞ്ഞത്? അല്ല, എൻ്റെ സഭയെ പണിയും. അത് ഏകവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ലോകത്തിൽ ഈ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞതായിട്ടുള്ള ആഗോള സഭയിൽ മരിച്ചു പോയതായിട്ടുള്ള, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചു പോയതായിട്ടുള്ള ധാരാളം ആളുകൾ അതിൽ അംഗങ്ങളായിരുന്നു. ഇപ്പോഴും ആ സഭയിൽ അത് അംഗങ്ങളാണ്. അവർ മരിച്ചെങ്കിലും അവർ കർത്താവിനോട് കൂടെയാണ് എന്ന് നമുക്കറിയാമല്ലോ. ഈ ആഗോള സഭയിൽ മരിച്ചു പോയതായിട്ടുള്ള വിശ്വാസികൾ അംഗങ്ങളാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവർ അതിൽ അംഗങ്ങളാണ്. ഇനി ജനിക്കാനുള്ള ആളുകൾ പോലും ഈ ആഗോള സഭയിലെ അംഗത്വത്തിൽ വരുന്നതായിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ കർത്താവ് സഭകളുടെ ദൂതന്മാർക്ക് എഴുതുക എന്ന് പറയുന്നുണ്ട്. അവിടെ എഫെസോസിലെ സഭ, സ്മുർണയിലെ സഭ, ലൗദിക്കയിലെ സഭ, ഫിലദൽഫിയയിലെ സഭ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഓരോരോ സഭകളെക്കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുന്നു. ലേഖനങ്ങൾ എഴുതുമ്പം ഗലാത്യയിലെ സഭകൾക്ക് എന്ന് പറയുന്നുണ്ട്, കുരിന്തിലെ സഭ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഭ എന്ന് പറയുന്നതിന് ഒരു ആഗോള സഭ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ ഒരു പ്രദേശത്ത് കൂടി വരുന്ന ആളുകളെ അവിടെയുള്ള ഒരു സഭയായിട്ടും ആണ്
ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യമല്ല, ഇത് പരസ്പര പൂരകമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വിശദീകരണം കൂടാതെ അറിയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സഭ എന്ന് പറയുന്നത് വീണ്ടും ജനനം പ്രാപിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് ആർക്കും ആരെയും കുറിച്ച് അങ്ങനെ വിധിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഒരാളാണെന്നോ അല്ല എങ്കിൽ എന്നൊന്നും അങ്ങനെ പരസ്യമായിട്ടോ ഒന്നും പറഞ്ഞ് വിധിക്കാനായിട്ട് ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. കർത്താവും അതിനെക്കുറിച്ച് ഈ കളകളുടെ ഉപമയെക്കുറിച്ച് വിത്തും വിളയും കളയും, അപ്പോൾ അത് രണ്ടും കൂടെ വളരുവാനായിട്ട് അനുവദിച്ചു. ന്യായവിധി ദിവസത്തിൽ അതിനെ തരംതിരിക്കുമെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ പഠിച്ചു, അതായത് ഒരു സഭയിൽ, കൊരിന്ത്യ സഭയിൽ തന്നെ പ്രാകൃതന്മാരും അതുപോലെ തന്നെ ജഡികന്മാരും ആത്മീകന്മാരും ഉണ്ടായിരുന്നു. ഈ ആരൊക്കെയാണ് പ്രാകൃതന്മാരെന്നോ ആരൊക്കെയാണ് ജഡികന്മാരെന്നോ ഒക്കെ ഈ ഫലം നോക്കി ഒരു പരിധി വരെയൊക്കെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതല്ലാതെ ഒന്ന് വിധിക്കുവാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തന്നെ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ എന്നാണ്. അതായത് പൗലോസ് പോലും ധൈര്യപ്പെടുന്നില്ല ഒരാൾ വിശ്വാസത്തിലാണോ അല്ലയോ എന്ന് പറയാനായിട്ട്. നീ വിശ്വാസത്തിലല്ല എന്ന് പറയാനായിട്ട് പൗലോസ് ആരോടും പറഞ്ഞില്ല. പിന്നെ പരസ്യമായിട്ടുള്ള പാപം ചെയ്ത, പാപത്തിൽ ജീവിച്ച് മാനസാന്തരപ്പെടാത്ത ആളുകളെ സംബന്ധിച്ച് അവിടെയും വിശ്വാസിയല്ലെന്നോ രക്ഷിക്കപ്പെട്ടവനല്ലെന്നോ പറയുന്നില്ല. അതൊരു വളരെ തെറ്റായിട്ടുള്ള മാതൃകയും ദൈവവചനത്തോടുള്ള നിഷേധവുമായതുകൊണ്ട് അവനെ പുറത്താക്കി കളയാനേ പറയുന്നുള്ളൂ. അതല്ലാതെ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട ധാരാളം ആളുകൾ അനേക കുറ്റങ്ങളിൽ പെട്ടുപോയിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് ദാവീദിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്. എന്നാൽ ദാവീദ് അകപ്പെട്ടു പോയതായിട്ടുള്ള പാപം എത്രയോ ഘോരമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്നൊന്നും വിധി പറയാനായിട്ട് ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിൽ അങ്ങനെ ഒരു വിധി നമ്മൾ ആരും പറയരുത്. നമ്മുടെ മനസ്സിൽ ചിലപ്പം ആരെക്കുറിച്ചെങ്കിലുമൊക്കെ ചില സംശയങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംശയമുണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മാനസാന്തരപ്പെടുക. ആ വിധി നമുക്കുള്ളതല്ല. അവിടെ നാം ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് ദൈവത്തിൻ്റെ വിധിക്ക് അപ്പുറമുള്ള നമ്മുടെ ഒരു വിധിയായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. ദൈവമാണ് അത്. പിന്നെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, ശോധന ചെയ്യുവിൻ. കാരണം അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്, അത് വചനമാണ്. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്നുള്ളത് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്ത് പരീക്ഷിച്ചാൽ മാത്രമേ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ അത് വേറൊരാൾ അത് വിധിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള, വചന വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ സഭ എന്ന് പറഞ്ഞാൽ അതൊരു ശരീരമാണ് അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അനേക ദിവസങ്ങൾ പ്രസംഗിക്കപ്പെട്ട വചനമാണ്. ബൈബിൾ വായിക്കുമ്പോഴും നമ്മളങ്ങനെ വായിക്കുന്നുണ്ട്. വളരെ പേര് കേട്ട, പ്രശസ്തി ആർജിച്ച ഒരു പ്രസ്താവനയാണ് സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എങ്കിൽ അതിലെ ആ അംഗങ്ങളെല്ലാവരും ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമുക്കത് വചനത്തിൽ, ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വചനമൊന്നും വായിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എങ്ങനെയായിരിക്കേണ്ടത്? ചേർന്നിരിക്കണം അല്ലേ? ഈ കയ്യെ വെട്ടി മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അത് ഈ ശരീരത്തിൻ്റെ അവയവമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് വെട്ടി മാറ്റി വെച്ചിട്ട് ഈ കൈ ഈ ശരീരത്തിൻ്റെ അവയവമാണെന്ന് പറയാൻ കഴിയാത്തതുപോലെ ഈ കൈക്ക് ഇവിടുന്ന് നിന്ന് വേർപെട്ട് മാറി ഇരുന്നേച്ച് ഞാൻ ഈ ശരീരത്തിൻ്റെ അവയവമാണെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ
ഈ കൈ സ്വയമേവ വേർപെട്ടുപോയി ഒറ്റയ്ക്ക് നിന്നിട്ട് ഞാൻ ഈ ശരീരത്തിൻ്റെ അവയവമാണ് എന്ന് പറയാൻ കഴിയാത്തതുപോലെ വെട്ടി മാറ്റി വെച്ചിട്ട് ശരീരത്തിൻ്റെ അവയവമാണെന്ന് പറയാത്തതുപോലെ ചേർന്നിരിക്കാത്ത, ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത, അന്യോന്യം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, അന്യോന്യം സ്നേഹിക്കാൻ കഴിയാത്ത, അന്യോന്യം ബഹുമാനിക്കാൻ കഴിയാത്ത, അന്യോന്യം മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണാൻ കഴിയാത്ത ആളുകൾക്ക് സഭയുടെ ശരീരമായിരിക്കുവാൻ കഴിയില്ല. സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവമായിരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞത് ഒരു വിശദീകരണം ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും ഒക്കെ വായിക്കുമ്പോൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. നമുക്കറിയാം, എല്ലാ സഭകളിലും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തതകളുള്ള ആളുകളാണുള്ളത്. ശരിയല്ലേ? എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. ഒരേപോലെയുള്ള ആളുകൾ ആരുമില്ല ഈ സഭയിൽ. ഇപ്പോൾ ഇവിടെ 10-25 പേരുണ്ടെങ്കിൽ, ഈ സഭയിൽ ഇവിടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ സഭയിൽ ഒരേപോലെയുള്ള 2 ആളുകൾ ഇവിടെ ഇല്ല. എല്ലാവരും വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തരായിട്ടുള്ള ആളുകളിലേക്ക് ഒരേ വിശ്വാസവും, ഒരേ സ്നാനവും, ഒരേ ആത്മാവും, ഒരേ കർത്താവും, ഒരു ദൈവവും, ഇതെല്ലാം കൊടുത്തുകൊണ്ട് അവരിലൊരു വലിയ ആത്മീക ഐക്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ കർത്താവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആത്മീയ ഐക്യത്തിലേക്ക് അവർ വരുമ്പോഴാണ് അവർക്ക് ഈ ഒരു ശരീരമായിട്ട് നിലനിൽക്കാനായിട്ട് കഴിയുന്നത്. അത് ആരെങ്കിലും ഒരാൾ പറയുന്നതിനനുസരിച്ച് എല്ലാവരും പോകുമ്പോഴല്ല. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അതൊരു സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുകൾ പറയുന്നതിനനുസരിച്ച് അയാളോട് ചേർന്ന് നിൽക്കുമ്പോഴല്ല, എല്ലാ അവയവങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനെ ഒരു സഭ എന്ന് പറയുന്നത്. സഭയ്ക്ക് മുകളിൽ ഒറ്റ അധികാരമുള്ളൂ. ആരാന്നറിയാമോ? കർത്താവാണ്. കർത്താവാണ് സഭയുടെ തല എന്ന് പറയുന്നത്. ആ തലയ്ക്ക് കീഴെയാണ് എല്ലാ ആളുകളും. അതിനകത്ത് നാവുകൾ കാണും, കണ്ണുകൾ കാണും, ചെവികൾ കാണും, കൈകൾ കാണും, വിരലുകൾ കാണും, കാലുകൾ കാണും. അങ്ങനെ ഒരു സഭയുടെ മുമ്പോട്ടുള്ള ഒരു ശരീരം എല്ലാം കൂടെ ഏകോപിച്ച് ഒരേ നിലയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് എല്ലാ അവയവങ്ങളുടെയും പ്രാധാന്യമുള്ളതുപോലെ തന്നെ സഭയിൽ വിവിധങ്ങളായിട്ടുള്ള കൃപാവരങ്ങളോടുകൂടി ദൈവം കൂട്ടിച്ചേർത്തതായിട്ടുള്ള ആളുകളെല്ലാം ഒരേപോലെ പ്രധാനപ്പെട്ട ആളുകളാണ്. എന്നാൽ എല്ലാവരും അവരവരുടെ പ്രാധാന്യം അനുസരിച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് എൻ്റെ ഉത്തരവുമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും എല്ലാ കാലത്തും ഒരേപോലെ, അല്ലേ? നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ 2, 3, 4 മക്കളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടായ 10 മക്കളും 12 മക്കളും ഉണ്ടായിരുന്ന പഴയ തലമുറയിലേക്ക് പോയാൽ ഈ 12 മക്കളും ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടായി ഒരു വീട്ടിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും അവരൊക്കെ വ്യത്യസ്ത സ്വഭാവവും കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഉള്ള ആളുകളാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ആളുകൾ, അവർ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഈ വ്യത്യസ്തതയെ ഒന്നാക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആത്മീക കാര്യങ്ങളാണ്, അല്ലേ? വിശ്വാസം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവ് ഒന്ന്, സ്നാനം ഒന്ന്, പിതാവ് ഒന്ന്, കർത്താവ് ഒന്ന്. ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. അതല്ലാതെ ഭൗതിക നിലയിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരല്ല. വേണമെങ്കിൽ പറയാമല്ലേ, ആദാമ്യ കുടുംബത്തിൽ നിന്നാണെങ്കിൽ വേണമെങ്കിൽ ആദാമ്യ കുടുംബത്തിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കരുതണമെന്ന് പറയുന്നു. അത് ആർക്കുള്ള ഉപദേശമാണ്? ഓരോരുത്തർക്കുള്ള ഉപദേശമാണ്. നിങ്ങൾ 2 ഗ്രൂപ്പിനെ ഒരു സഭയിൽ ഉണ്ടാകാൻ പാടില്ല. ഞാനത് സഭയ്ക്കുള്ളിൽ ഒരു സഭ പാടില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സഭയ്ക്കുള്ളിൽ ഒരു സഭ ഉണ്ടാകാൻ പാടില്ല. അതോടുകൂടി സഭയുടെ പരാജയമാണ്. സഭയ്ക്കുള്ളിൽ സഭയെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സഭയ്ക്കുള്ളിൽ ഒരു സഭ പാടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു സഭായോഗത്തിന് വരുന്നതായിട്ടുള്ള കുറേ ആളുകളെ അതിൽ നിന്നും കുറച്ച് അതിവിശുദ്ധന്മാരെ തിരഞ്ഞെടുത്ത് വേറൊരു സഭ എന്ന് പറയുന്നതായിട്ടുള്ളൊരു പരിപാടി ബൈബിളിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു പരിപാടി ബൈബിളിലില്ല. അവിടെ ഒരു ശരീരമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അന്യോന്യം കുറച്ചുപേരെ ഒഴിവാക്കാനാണ് എങ്കിൽ
ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, അന്യോന്യം കൈക്കൊള്ളുവിൻ എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വചനത്തിന് യാതൊരു വിലയുമില്ല. ദൈവവചനത്തിൽ രേഖപ്പെടുത്തി, വളരെ വ്യക്തമായി രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ വിരുദ്ധമായി ആർക്കെങ്കിലും എന്തെങ്കിലും വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ദൈവാത്മാവിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വെളിപ്പാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഒരു വെളിപ്പാടും ദൈവാത്മാവ് കൊടുക്കുകയില്ല. അങ്ങനെ വെളിപ്പാടുകൾ കിട്ടുന്നു എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും ഓരോരോ ദുരുപദേശങ്ങളുമൊക്കെ ആയിട്ട് വരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒന്നും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒന്നാണ്. ആദ്യത്തെ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സഭയല്ല. നമുക്ക് ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനും ഉല്ലസിക്കാനും കൂട്ടായ്മ ആചരിക്കാനും അന്യോന്യം പ്രബോധിപ്പിക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ അത് സഭയല്ല. വിശ്വസിച്ചവർ അവർ ഒരുമിച്ചിരുന്നു, സകലവും പൊതുവക എന്ന് എണ്ണി. അതുപോലെ തന്നെ എനിക്കുള്ളത് എൻ്റെ കാര്യം, നീ നിനക്കുള്ളത് നിൻ്റെ കാര്യം, ഓരോരുത്തരും അവനവൻ്റെ കാര്യമാണ് എന്ന് വന്നാൽ അതും സഭയല്ല. ഒരു സഭയിൽ എപ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസ്ഥകളിലുള്ള സഹോദരീ സഹോദരന്മാർ കാണും. അപ്പോൾ ആളുകൾ പൊതുവക എന്ന് എണ്ണേണ്ടതല്ല. അവിടെ ആളുകൾ വിറ്റുകൊണ്ടുവന്ന് വീതം വെച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. കാരണം അന്ന് പെന്തക്കോസ്ത് നാളിലായിരുന്നു, യെരൂശലേമിലാണ്, എല്ലാവരും പെരുന്നാളിന് വന്നതാണ്. അപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും യഹൂദന്മാരെന്ന് പല രാജ്യങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് വരുമായിരുന്നു. വിശ്വസിച്ച് എല്ലാവരും അവിടെ തന്നെ ഇങ്ങ് പാർക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അവർ വിചാരിച്ചു ഇനി കർത്താവ് ഉടനെ വരും, ഇനി സ്വന്തം ദേശത്തേക്കൊന്നും പോകണ്ട എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടെ ഐക്യത്തിൽ അവിടെ ഒന്നിച്ചിരുന്നു. അപ്പം ആളുകൾ വിറ്റൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അപ്പസ്തോലന്മാരും അത് മേടിച്ച് എല്ലാവർക്കും ഭാഗിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ പാർത്തു. പക്ഷെ ദൈവിക പരിപാടി അതായിരുന്നില്ല. ദൈവം എന്ത് ചെയ്തു? പീഡനം അയച്ചു, ചിതറിച്ചു. അപ്പസ്തോലന്മാർ ഒഴികെ ബാക്കി എല്ലാവരും ചിതറിപ്പോയി. ആ ചിതറിപ്പോയവർ അവർ പോയ സ്ഥലങ്ങളിലൊക്കെയും വചനം പ്രസംഗിച്ച് നടന്നു എന്നാണ്. അങ്ങനെയാണ് ഈ റോമയിലുള്ള സഭയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ അവിടെ ഒരൊറ്റ പ്രാവശ്യം മാത്രം കാണുന്നതായുള്ളൊരു കാര്യമാണത്. എന്നാൽ എനിക്കുള്ളതൊക്കെയും എൻ്റെ എന്ന് പറയുന്നതായ ഒരു പ്രമാണം സഭയിൽ ഒരാൾക്കും ഉണ്ടാകാനായിട്ട് പാടില്ല. പൊതുവക എനിക്കുള്ളതൊക്കെയും, ഞാൻ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ എനിക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റെ ആണെങ്കിൽ അത് ദൈവമക്കളുടേതുമാണ്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളൊരു സഭയല്ല. പിന്നെ വീണ്ടും പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. സാധിക്കുന്നുണ്ടോ പ്രിയ സഹോദരി സഹോദരന്മാരെ? എല്ലാവരുടെയും കൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ കൂടെ ഓർമ്മിപ്പിക്കാറുള്ളത്, നമ്മൾ ഒരിക്കലും ഞായറാഴ്ച കൂടി വന്ന് ചില ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി വീട്ടിൽ പോയി അതിൽ തൃപ്തരാകുന്ന ആളുകളായിട്ടല്ല ഇരിക്കേണ്ടത്. ഒരു സഭയായി നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് സഭാജീവിതം അവസാനിച്ചു, അതിൽ സഭാജീവിതം എല്ലാവുമായി എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് സാത്താൻ്റെ ഒരു വഞ്ചനയാണ്. അപ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കാനും ശ്രേഷ്ഠരായി കാണാനും സ്നേഹിക്കാനും കരുതാനും കഴിയാത്ത ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഒരു സഭയിലെ അംഗമാകാനായിട്ട് കഴിയുകയില്ല. ഒരുപക്ഷെ അവർക്ക് സഭായോഗത്തിന് വന്നിരിക്കാനായിട്ട് സാധിക്കും, പക്ഷെ അവരൊരിക്കലും സഭയല്ല. നമുക്കറിയാം, ഇപ്പോൾ അത്രത്തോളമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പൊടിക്കാനായിട്ട് കൊണ്ട് കൊടുത്താൽ
ഇപ്പം ഗോതമ്പ് പൊടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ പൊടിയൊക്കെ അരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചില ഗോതമ്പ് മണികൾ കാണും, പൊടിയാത്ത, ഒരു പക്ഷേ മെഷീനകത്ത് ബ്ലോക്കായിട്ടിരുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള മണികൾ ഈ അരിച്ച് മാറ്റിയിട്ടായിരുന്നു ഈ അടുത്ത കാലം വരെ, പുതിയ മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് അരിച്ച് മാറ്റിയിട്ടായിരുന്നു ഈ അപ്പമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗോതമ്പ് മണികൾ ഉണ്ടെങ്കിൽ അത് മാറ്റാതെ എന്നാൽ പിന്നെ അത് പൊടിക്കകത്ത് കിടന്നോട്ടെ, അപ്പം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കടിക്കുന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും ഗോതമ്പ് എടുത്തതിനകത്ത് ഇടാറില്ല. പണ്ടൊക്കെ നെല്ല് കുത്തുമ്പം കുറച്ച് കുത്താത്ത നെന്മണികൾ, നെല്ല് അതിനകത്ത് വരുമായിരുന്നു, അതെല്ലാം പെറുക്കി മാറ്റും. എന്തുകൊണ്ടാണ്? അത് അതിനകത്ത് ചേരില്ല, ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരപ്പമായിട്ട് നാം തീരണമെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി കളഞ്ഞാലേ പറ്റൂ. നമുക്ക് വേറൊരാളോട് ചേരണമെങ്കിൽ ക്രിസ്തുവിനോട് നമ്മളെല്ലാവരും ചേർന്നാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിനോട് ചേരാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. സഹോദരി സഹോദരന്മാരോട് അതുകൊണ്ട് തന്നെ ചേരാനായിട്ടും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലും ധാരാളം ഫലം കായ്ക്കും. ഞാൻ വ്യത്യസ്തനായിട്ടിരിക്കും, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് മനസ്സില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളുകയില്ല, അതിനെനിക്ക് സമ്മതമല്ല എന്ന് പറയുമ്പോൾ അതൊരു സഭയായിട്ട് മുമ്പോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല എന്ന് നമുക്കറിയാമല്ലോ. കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. കർത്താവ് കൽപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളിതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓർമ്മയ്ക്കായി ചെയ്യണം. പൗലോസ് അപ്പോസ്തലന് അതിനപ്പുറം ചില വെളിപ്പാടുകൾ ഈ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് ദൈവം കൊടുത്തു. അത് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇതിൽ നിന്ന് പങ്കെടുക്കുമ്പോഴേക്കും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ആ ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ചില കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എന്താണ്? ഈ ഒരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നിങ്ങൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സഭയിൽ ആരോടും എനിക്കൊരു തിരിച്ചു വ്യത്യാസവുമില്ല. ഈ സഭയിലെ ഓരോ അംഗങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. ഒരപ്പം ഉണ്ടാകുന്നത് അതിൻ്റെ മണികൾ പൊടിഞ്ഞു ചേർന്ന് ഒരപ്പമായി തീരുന്നത് പോലെ എൻ്റെ എല്ലാ ഐഡൻറ്റിറ്റികളും വിട്ട് കർത്താവിനോട് ചേർന്ന്, അങ്ങനെ കർത്താവിൽ ഞങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ആ അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതാണ്. സഭയിൽ ആരോടെങ്കിലും വിരോധമോ വൈരാഗ്യമോ ഇഷ്ടക്കേടോ ഒക്കെ വെച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് പാടില്ല. കാരണം എന്താ? ഈ സഭയാകുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അംഗമാണ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഈ ശുശ്രൂഷയിൽ നിന്ന്. അത് കർത്താവ് അത് പറഞ്ഞില്ലായിരുന്നു, പക്ഷേ പൗലോസ് അപ്പോസ്തലനിലൂടെ ഒരു വെളിപ്പാടായിട്ട് അല്ലെങ്കിൽ ഒരു അർത്ഥമായിട്ടത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ഇത് ക്രിസ്തുവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള കൂട്ടായ്മയാണ്. റോമൻ കത്തോലിക്ക സഭ ഇതിനെ വളരെ അതായത് ശരീരവും രക്തവുമായി രൂപഭേദം വരുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ബൈബിളിൽ നമുക്കൊരിടത്തും കാണാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇത് കേവലം ഒരു അപ്പമാണ്, ഇതിനകത്ത് യാതൊരു ആത്മീയ അർത്ഥവുമില്ല, ഇത് കഴിക്കുമ്പോൾ നമ്മൾ അങ്ങ് ഓർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല കേട്ടോ, അങ്ങനെയല്ല, വചനം അങ്ങനെയല്ല പറയുന്നത്. കർത്താവിൻ്റെ ശരീരത്തോടും രക്തത്തോടുമുള്ള കൂട്ടായ്മയാണ് ഈ അപ്പം നുറുക്കലിൽ പങ്കെടുക്കുമ്പോൾ. അപ്പോൾ ഈ ശുശ്രൂഷ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അല്ലെങ്കിൽ കർത്താവിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരപ്പത്തിൽ നിന്ന് ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഒരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നിങ്ങൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ഭിന്നതയുമില്ല, ഞങ്ങൾ ഒന്നാണ്. ബൈബിളിൽ എത്രയോ വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ.
ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് ഞാൻ തന്നെ പലതവണ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. സഭയ്ക്കൊരു വായാണ്, സഭയ്ക്കൊരു ഹൃദയമാണ്, സഭയ്ക്കൊരു മനസ്സാണ്. പല മനസ്സും പല ഹൃദയവും പല വായുമായിട്ടിരിക്കുന്ന ഒരിക്കലും ഒരു സഭയല്ല. പ്രിയമുള്ളവരെ, ചേർന്നിരിക്കാൻ കഴിയാത്തതും അല്ല എങ്കിൽ സഭയിൽ തരംതിരിവുകളും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രവണതകളും അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ പോലും നമ്മൾ ആ സമയത്ത് തന്നെ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിനനുസരിച്ച് എല്ലാവരും വന്നിട്ട് ഞാൻ അവരെ സ്നേഹിക്കാം, ബഹുമാനിക്കാം എന്ന് പറയുന്നതൊന്നും സഭയിൽ ചേർന്നതായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതുമല്ല. കർത്താവിൻ്റെ വരവ് വരെയും അല്ലെങ്കിൽ നമ്മുടെ ജീവാവസാനം വരെയും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ദൈവിക പരിപാടി എന്ന് ഈ ലോകത്ത് നടക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ദൈവാത്മാവ് ദൈവത്താൽ കഴിയുന്നത് ദൈവാത്മാവും ചെയ്തുകൊള്ളും. കർത്താവ് പറഞ്ഞു, മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസ്ഥയൊന്നുമല്ല കർത്താവിൻ്റെ ന്യായവിധി ദിവസത്തിൽ. നമ്മൾ ശ്രേഷ്ഠരായിട്ട് ഒരുപക്ഷെ നമ്മളെ തന്നെ കണ്ടിരിക്കാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മളത്ര ശ്രേഷ്ഠരൊന്നും ആയിരുന്നില്ല എന്ന്. പലരെയും നമ്മൾ ശ്രേഷ്ഠരായി കാണുന്നുണ്ടായിരിക്കാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മൾ ശ്രേഷ്ഠരായി കണ്ടുവരുന്നും അവിടെ ശ്രേഷ്ഠരല്ല. നമ്മൾ വളരെ വില കുറച്ച് കണ്ടതായിട്ടുള്ള പലരും ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാം അവരാണ് വളരെ മനോഹരമായ ദൈവിക പ്രവൃത്തികളിൽ അവരുടെ ഹൃദയത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് നമുക്ക് ആരെയും വിധിക്കുന്ന ഒരു മനോഭാവമല്ല വേണ്ടത്. നമ്മൾ നമ്മെ തന്നെ താഴ്ത്തുകയും ദൈവസന്നിധിയിൽ അങ്ങനെ പോയാൽ മാത്രമേ ഒരു സഭ മുമ്പോട്ട് പോവുകയുള്ളൂ. അതല്ലെങ്കിൽ അതൊരു ക്ലബ്ബായിട്ട്, ഒരു പ്രസ്ഥാനമായിട്ട് പോകും. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ക്ലബ്ബിൽ നടന്നു പോകും. ആളുകൾ വരും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, പ്രബോധനം പറയും, വചനം പങ്കുവയ്ക്കും, തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കും, പോകും. പക്ഷെ അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതല്ല. ഇതൊക്കെ വേണം, പക്ഷെ അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് തമ്മിലുള്ള ഐക്യമാണ്, ഒരുമിച്ചിരിക്കലാണ്, കൃപ അനുഭവിക്കലാണ്. ഇതല്ലെങ്കിൽ ആത്മാവില്ലാത്തൊരു ജീവിതമായിട്ട് ഈ സഭാജീവിതം പോകും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4 മുതൽ 4-5 വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കത്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വിശുദ്ധ പുരോഹിത വർഗം, നമ്മളെക്കുറിച്ചുള്ളതായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് ഒരു വിശുദ്ധ പുരോഹിത വർഗമാകണം. ഇതേ ലേഖനത്തിൽ രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വിശുദ്ധ പുരോഹിത വർഗമായിട്ട് നമ്മൾ പണിയപ്പെടണം. അതെങ്ങനെയാണത് അതെന്തിനാണത് അങ്ങനെ പണിയപ്പെടുന്നത്? ഒരു ആത്മീക യാഗം കഴിക്കുന്നതിന് വേണ്ടിയാണ്. കേവലം ഒരു ആത്മീക യാഗമാണോ? അല്ല, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കണം. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീക യാഗവും പ്രസാദമില്ലാത്ത ഒരു ആത്മീക യാഗവും കഴിക്കാനായിട്ട് കഴിയും, അല്ലേ? ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു ആത്മീക യാഗം കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കൊരു തൃപ്തി അടയാം. എന്താണ്? യാഗം കഴിച്ചു, ഞാൻ സ്തോത്രം ചെയ്തു, ഞാൻ പാട്ടുപാടി, ഞാൻ പ്രബോധിപ്പിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പക്ഷെ ദൈവത്തിന് പ്രസാദമായോ എന്ന് ചോദിച്ചാൽ, പ്രസാദമുള്ള ഒരു യാഗം കഴിക്കണം. അതിനെന്ത് പദവിയിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്? ഒരു വിശുദ്ധ പുരോഹിത വർഗമാകണം. വിശുദ്ധ പുരോഹിത വർഗമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീക യാഗം കഴിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനും എന്താണ് അടിസ്ഥാനം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ, അല്ലേ? എല്ലാവരും തള്ളിക്കളഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിനെ, പക്ഷെ അവൻ മൂലക്കല്ലായി. ആ മൂലക്കല്ലായ കർത്താവായ യേശുക്രിസ്തു ജീവനായിരിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി തീരുന്നു. അങ്ങനെ ജീവനുള്ള കല്ലുകളെ കൊണ്ടാണ് ഒരു ആത്മീക ഗ്രഹം പണിയുന്നത്. ജീവനുള്ള കല്ലുകളെ കൊണ്ട് മാത്രമേ അത് പണിയാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് അനേക സഭകളിലും തല്ലും പിടിയും
ബഹളവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഈ പറഞ്ഞതുപോലെ ജീവനുള്ള കല്ലുകളില്ല. ജീവനുള്ള കല്ലായ കർത്താവായ യേശുക്രിസ്തുവിൽ വന്നിട്ട് ആ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് സ്വന്തം ഐഡൻറ്റിറ്റി കളഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമില്ല. അവർ അമ്പലത്തിൽ പോകുന്നതിന് പകരം, പള്ളിയിൽ പോകുന്നതിന് പകരം, ഏതെങ്കിലും മോസ്കിൽ പോകുന്നതിന് പകരം ഒരു വീട്ടിലോ ഹാളിലോ കൂടി വരുന്നു എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവർ പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? അമ്പലത്തിൽ എന്തിനാ പോകുന്ന ആളുകൾ? ശത്രുസംഹാരം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയല്ലേ? എന്തിനാ പള്ളിയിൽ പോകുന്നത്? അത് തന്നെ. എന്തിനാ മോസ്കിൽ പോകുന്നത്? അത് തന്നെ. അപ്പോൾ അതേ ആഗ്രഹങ്ങൾ പല സഭകളിലും പല മതങ്ങളിലുമുള്ള ആളുകൾ എന്തിനു വേണ്ടി അവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്നുവോ അതേ ആഗ്രഹത്തോടു കൂടി ഈ രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിശ്വസിച്ചവർ എന്ന് പറയുന്ന ആളുകൾ വീടുകളിലോ ഇതുപോലെയുള്ള ഹാളുകളിലോ കൂടിയാൽ അതിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവുമില്ല. വിശുദ്ധ പുരോഹിതവർഗം ആകണം, വിശുദ്ധ പുരോഹിതവർഗം. എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആത്മീക യാഗം കഴിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് സാധിക്കണമെങ്കിൽ ആ ജീവനുള്ള കല്ലിനോട് ചേർന്നിരിക്കണം. പ്രിയമുള്ളവരെ, ആ ജീവനുള്ള കല്ലിനോട് ചേർന്നിരിക്കുമ്പോൾ അല്ലെ, നിത്യജീവനെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ നിന്ന് വേർപെട്ട് ആർക്കും നിത്യജീവനില്ല. വഴിയും സത്യവും ജീവനും കർത്താവാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. നാം സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിലായിരിക്കുമ്പോൾ ആ കർത്താവിലുള്ള നിത്യജീവന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു പങ്കാളിത്തം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി. ആ കർത്താവിനോട് ചേർന്നിരിക്കാത്ത ആ കല്ലിൽ നിന്നും വിട്ടുപോയാൽ ആ കല്ലിന് പിന്നെ ജീവനില്ല. കർത്താവിനോട് നാം ചേർന്നിരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ജീവനില്ല. അപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഒരു സഭയുടെ ഭാഗമായിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ സഭാ ജീവിതത്തെ ദൈവവചന പ്രകാരമാണോ നമ്മൾ നോക്കിക്കാണുന്നത്? വചനത്തിൻ്റെ പ്രമാണങ്ങളൊന്നുമില്ലാതെ വന്നുകൂടി ചിലതൊക്കെ കേട്ടു, ചിലതൊക്കെ മറന്നു, ചിലതിനോടൊന്നും താല്പര്യമുണ്ടായില്ല, അല്ലെങ്കിൽ ചിലതൊന്നും മനസ്സിലായില്ല, പോയി ഞായറാഴ്ചയാകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് വരുന്നു. അതൊന്നും സഭാജീവിതമല്ല. ഒരു ശരീരത്തിൻ്റെ അവയവത്തിന് വേർപെട്ടിരിക്കാൻ താല്പര്യം ഉണ്ടാവുമോ? വേർപെട്ടിരുന്നു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല, അല്ലേ? നമുക്കറിയാം, എന്തെങ്കിലും അപകടം പറ്റി കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു പോയാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അതിനെ ഐസ് പാക്കിലൊക്കെ ആക്കി ഇത്ര മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ അത് വെച്ച് ഓപ്പറേഷനൊക്കെ ചെയ്ത് ഡോക്ടർമാരെങ്ങനെയും ശരിയാക്കി കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഒരു അവയവത്തിന് അധിക സമയം നിലനിൽപ്പില്ല എന്നുള്ളതാണ്. നമ്മൾ ശരീരത്തോട് ഒട്ടിയാണോ ഇരിക്കുന്നത്? സഭയാവുന്ന ശരീരത്തോട് ചേർന്നാണോ നാം ഇരിക്കുന്നത്? അതിൽ നിന്ന് വിട്ട് നമുക്കൊരായുസില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സഭാജീവിതത്തെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ നമുക്ക് വരുത്താം. സർവശക്തനായ ദൈവം അതിന് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.